വെറുപ്പും വിദ്വേഷവും വ്യാജ പ്രചാരണവും നടത്തി സംഘപരിവാറിനോട് മത്സരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. SIR പ്രവർത്തനങ്ങളുടെ സമ്മർദ്ദം കാരണം കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ BLO ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കോൺഗ്രസ് മുഖപത്രം നൽകിയ വാർത്തയാണിത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറയാനില്ലാത്ത കോൺഗ്രസ് വ്യാജ പ്രചാരണം കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദേശീയ തലത്തിൽ പോലും മീഡിയ ഗിമ്മിക്കിനപ്പുറം ഒരു പ്രവർത്തനവും SIR വിഷയത്തിൽ കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെന്നത് ഇവരുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണ്. ബീഹാറിലെ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂൺ 27-ന് CPIM പോൾ ബ്യൂറോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയുണ്ടായി. SIR സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്നും പൗരത്വ നിയമം ഒളിച്ചുകടത്താനുള്ള ശ്രമമാണെന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് CPIM ആണ്. SIR പ്രശ്നം സംബന്ധിച്ച് കേരളത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചു. SIR-നെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SIR-നെതിരെ രാഷ്ട്രീയമായും നിയമപരമായും സാധ്യമായ വഴികളിലൂടെയെല്ലാം CPIM പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസ് എന്തു ചെയ്യുകയായിരുന്നു? വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഇന്ന് വാർത്ത എഴുതിയ സർക്കാരിനും CPIM-നെതിരെ പ്രചാരണം നടത്തുന്നവർ അറിയണം. SIR-നെതിരായ മുന്നണി പോരാളിയായി സ്വയം അവതരിച്ച രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ കോൺഗ്രസ് ഈ നിമിഷം വരെ കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു ഹർജി പോലും നൽകിയിട്ടില്ലെന്ന് അതേ പത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാരും ചേർന്ന് നിങ്ങളെ വോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ നോക്കുന്നു. അതിനുവേണ്ടിയാണ് SIR പ്രവർത്തനങ്ങളുമായി സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതെന്നുമാണ് ജമാഅത്തെ കോൺഗ്രസ് സഖ്യം വീടുകൾ തോറും കയറി പ്രചാരണം നടത്തുന്നത്. ഈ വ്യാജ പ്രചാരണത്തിൽ വീണുപോയ സാധാരണക്കാർ വീടുകളിലെത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് നിസ്സഹകരണം തുടങ്ങിയതോടെ ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലായി. ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അധികാരത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഒളിച്ചുകെടുത്താനുള്ള സംഘപരിവാറിന്റെ ഈ ശ്രമത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര സങ്കുചിതമായാണോ പ്രതികരിക്കേണ്ടതെന്ന് കോൺഗ്രസ് ആലോചിക്കണം.